ഓം ശാന്തി. 18-12-20 ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ദിവസവും വിചാരസാഗരം മഥനം ചെയ്യൂ, എങ്കിൽ സന്തോഷത്തിൻ്റെ രസം കയറും. നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും നമ്മൾ സ്വദർശന ചക്രധാരിയാണ് എന്നത് ഓർമ്മയുണ്ടായിരിക്കട്ടെ. ചോദ്യം: തൻ്റെ ഉന്നതി ഉണ്ടാക്കുവാനുള്ള സഹജമായ ഉപാധി ഏതാണ്? ഉത്തരം: തൻ്റെ ഉന്നതിക്ക് വേണ്ടി ദിവസവും കണക്ക് വയ്ക്കൂ. പരിശോധിക്കൂ, ഇന്ന് മുഴുവൻ ദിവസവും ഏതെങ്കിലും ആസുരീയ കാര്യം ചെയ്തില്ലല്ലോ. സ്റ്റുഡൻസ് ഏതുപോലെ തൻ്റെ രജിസ്റ്റർ വയ്ക്കുന്നു, അതേപോലെ കുട്ടികളായ നിങ്ങളും ദൈവിക ഗുണങ്ങളുടെ രജിസ്റ്റർ വയ്ക്കൂ, എങ്കിൽ ഉന്നതി ഉണ്ടായിക്കൊണ്ടിരിക്കും. ഗീതം: ദൂരദേശത്ത് വസിക്കുന്നവൻ. ഓം ശാന്തി. ദൂരദേശം എന്ന് എന്തിനെയാണ് പറയുന്നത് എന്നത് കുട്ടികൾക്കറിയാം. ലോകത്തിൽ ഒരു മനുഷ്യൻ പോലും അറിയുന്നില്ല. എത്ര വലിയ വിദ്വാനുമായിക്കൊള്ളട്ടെ, പണ്ഡിതനുമായിക്കൊള്ളട്ടെ, ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ആരെയാണോ സർവ മനുഷ്യരും ഹേ ഭഗവാനെ എന്ന് ഓർമ്മിക്കുന്നത്, ആ ബാബ തീർച്ചയായും മുകളിൽ മൂലവതനത്തിലാണ്. മറ്റാർക്കും ഇതറിയില്ല. ഈ ഡ്രാമയുടെ രഹസ്യത്തെയും ഇപ്പോൾ കുട്ടികളായ നിങ്ങളാണ് മനസ്സിലാക്കുന്നത്. തുടക്കം മുതൽ ഇതുവരെയും എന്ത് സംഭവിച്ചുവോ, എന്ത് സംഭവിക്കണമോ എല്ലാം ബുദ്ധിയിലുണ്ട്. ഈ സൃഷ്ടിചക്രം എങ്ങനെ തിരിയുന്നു, അത് ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണല്ലോ. കുട്ടികളായ നിങ്ങളും നമ്പർ വാർ ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. വിചാരസാഗര മഥനം ചെയ്യുന്നില്ല, അതിനാൽ സന്തോഷത്തിൻ്റെ രസവും കയറുന്നില്ല. എഴുന്നേൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബുദ്ധിയിൽ ഉണ്ടായിരിക്കണം, നമ്മൾ സ്വദർശന ചക്രധാരിയാണ്. ആദ്യം മുതൽ അന്തിമം വരെ ആത്മാവായ എനിക്ക് മുഴുവൻ സൃഷ്ടിയുടെ ചക്രത്തെയും അറിയാം. നിങ്ങൾ ഇവിടെ ഇരിക്കുകയാണെങ്കിലും ബുദ്ധിയിൽ മൂലവതനം ഓർമ്മ വരുന്നു. അതാണ് സ്വീറ്റ് സൈലൻസ് ഹോം, നിർവാണധാമം, സൈലൻസ് ധാമം. അവിടെ ആത്മാക്കൾ വസിക്കുന്നു. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ ഉടൻ വരുന്നു. മറ്റാർക്കും അറിയില്ല. എത്ര തന്നെ ശാസ്ത്രങ്ങളും മറ്റും പഠിക്കുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നാലും നേട്ടമൊന്നും തന്നെയില്ല. അവരെല്ലാം ഇറങ്ങുന്ന കലയിലാണ്. നിങ്ങളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നു. തിരിച്ചു പോകുന്നതിനു വേണ്ടി സ്വയം തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പഴയ വസ്ത്രം ഉപേക്ഷിച്ച് നമുക്ക് വീട്ടിലേക്ക് പോകേണ്ടതുണ്ട്. സന്തോഷം ഉണ്ടായിരിക്കുന്നുവല്ലോ. വീട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി പകുതി കൽപ്പം ഭക്തി ചെയ്തു. പടികൾ താഴെ ഇറങ്ങുക തന്നെയാണ് ചെയ്തത്. ഇപ്പോൾ ബാബ നമുക്ക് സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. കുട്ടികളായ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ അഥവാ ഭഗവാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഈ സന്തോഷം വളരെയധികം ഉണ്ടായിരിക്കേണ്ടതാണ്. ബാബ സന്മുഖത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആരാണോ സർവരുടെയും പിതാവ്, ആ ബാബ നമ്മെ വീണ്ടും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അനേകം തവണ പഠിപ്പിച്ചു. എപ്പോഴാണോ നിങ്ങൾ ചക്രം കറങ്ങി പൂർത്തിയാകുന്നത്, അപ്പോൾ പിന്നെ ബാബ വരുന്നു. ഈ സമയം നിങ്ങൾ സ്വദർശന ചക്രധാരിയാണ്. നിങ്ങൾ വിഷ്ണുപുരിയിലെ ദേവതയാകുന്നതിനു വേണ്ടി പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നു. ലോകത്തിൽ മറ്റാർക്കും തന്നെ ഈ നോളജ് നൽകുവാൻ സാധിക്കില്ല. ശിവ് ബാബ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സന്തോഷം എത്ര ഉണ്ടായിരിക്കേണ്ടതാണ്. കുട്ടികൾക്കറിയാം,
ഈ ശാസ്ത്രങ്ങളും മറ്റുമെല്ലാം ഭക്തി മാർഗത്തിലേതാണ്. ഇത് സദ്ഗതിക്ക് വേണ്ടിയുള്ളതല്ല. ഭക്തി മാർഗത്തിന്റെ സാമഗ്രികളും ആവശ്യമാണല്ലോ. അളവറ്റ സാമഗ്രികളുണ്ട്. ബാബ പറയുന്നു, ഇതിലൂടെ നിങ്ങൾ വീണു വന്നു. വാതിൽ തോറും എത്ര അലയുന്നു. ഇപ്പോൾ നിങ്ങൾ ശാന്തരായി ഇരിക്കുകയാണ്. നിങ്ങളുടെ തിക്കും തിരക്കും കൊള്ളുന്നതെല്ലാം ഒഴിവായി. ബാക്കി കുറച്ച് സമയമേ ഉള്ളൂ എന്ന് അറിയുന്നുണ്ട്. ആത്മാവിനെ പവിത്രമാക്കുന്നതിനു വേണ്ടി ബാബ ആ വഴി പറഞ്ഞു തരുന്നു. പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങൾ തമോ പ്രധാനത്തിൽ നിന്നും സദോ പ്രധാനമായി മാറും. പിന്നെ സദോ പ്രധാന ലോകത്തിൽ വന്ന് രാജ്യം ഭരിക്കും. ഈ വഴി കൽപ്പകൽപ്പങ്ങളിൽ അനേകം തവണ ബാബ പറഞ്ഞു തന്നിട്ടുണ്ട്. പിന്നെ തൻ്റെ അവസ്ഥയും നോക്കണം. സ്റ്റുഡൻസ് പുരുഷാർത്ഥം ചെയ്ത് സ്വയം തന്നെ സമർത്ഥമാക്കി മാറ്റാറുണ്ടല്ലോ. പഠനത്തിൻ്റെയും രജിസ്റ്ററുണ്ട്, പെരുമാറ്റത്തിൻ്റെയും രജിസ്റ്ററുണ്ട്. ഇവിടെ നിങ്ങൾക്കും ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ദിവസവും തൻ്റെ കണക്ക് വയ്ക്കുന്നതിലൂടെ വളരെയധികം ഉന്നതിയുണ്ടാകും. ഇന്ന് മുഴുവൻ ദിവസവും ഏതെങ്കിലും ആസുരീയ കാര്യം ചെയ്തില്ലല്ലോ. നമുക്കാണെങ്കിൽ ദേവതയാകേണ്ടതുണ്ട്. ലക്ഷ്മി നാരായണന്റെ ചിത്രം മുന്നിൽ വെച്ചിരിക്കുന്നു. എത്ര സിമ്പിൾ ചിത്രമാണ്. മുകളിലാണ് ശിവബാബ. പ്രജാപിത ബ്രഹ്മാവിലൂടെ ഈ സമ്പത്ത് നൽകുന്നു. അപ്പോൾ തീർച്ചയായും സംഗമത്തിൽ ബ്രാഹ്മണികൾ ഉണ്ടാകുമല്ലോ. ദേവതമാരുണ്ടായിരിക്കുന്നത് സത്യയുഗത്തിലാണ്. ബ്രാഹ്മണർ ഉള്ളത് സംഗമത്തിലാണ്. കലിയുഗത്തിലുള്ളത് ശൂദ്രവർണ്ണത്തിലുള്ളവരാണ്. വിരാട രൂപവും ബുദ്ധിയിൽ ധാരണ ചെയ്യൂ. നമ്മളിപ്പോൾ ബ്രാഹ്മണർ കുടുംബയാണ്, പിന്നീട് ദേവതയാകും. ബാബ ബ്രാഹ്മണരെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, ദേവതയാക്കി മാറ്റുന്നതിനു വേണ്ടി. അപ്പോൾ ദൈവിക ഗുണങ്ങളും ധാരണ ചെയ്യണം. ഇത്രയും മധുരമാകണം. ആർക്കും ദുഃഖം നൽകരുത്. ശരീര നിർവഹണത്തിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാറുള്ളത് പോലെ ഇവിടെയും യജ്ഞസേവനം ചെയ്യണം. ആരെങ്കിലും രോഗാവസ്ഥയിലാണ്, സർവീസ് ചെയ്യുന്നില്ല എങ്കിൽ പിന്നെ അവരുടെയും സർവീസ് ചെയ്യേണ്ടി വരുന്നു. ആരെങ്കിലും രോഗ അവസ്ഥയിലാണ്, ശരീരം ഉപേക്ഷിക്കുന്നു എന്ന് വിചാരിക്കുക. നിങ്ങൾ ദുഃഖിതരാവുകയോ കരയുകയോ ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കാണെങ്കിൽ തികച്ചും ശാന്തിയിൽ ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഒരു ശബ്ദവും പാടില്ല. അവരാകട്ടെ ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ രാമനാമം കൂടെയുണ്ട് എന്ന് ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. നിങ്ങൾക്ക് യാതൊന്നും പറയേണ്ടതില്ല. നിങ്ങൾ സൈലൻസിലൂടെ വിശ്വത്തിൻ്റെ മേൽ ജയം നേടുന്നു. അവരുടേത് സയൻസ് ആണ്, നിങ്ങളുടേതാണ് സൈലൻസ്. കുട്ടികളായ നിങ്ങൾ ജ്ഞാനത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും യഥാർത്ഥ അർത്ഥം അറിയുന്നു. ജ്ഞാനമാണ് വിവേകം, വിജ്ഞാനമാണ് സർവ്വതും മറക്കുക, ജ്ഞാനത്തിനും ഉപരിയാവുക. അപ്പോൾ ജ്ഞാനവുമുണ്ട്, വിജ്ഞാനവുമുണ്ട്. ആത്മാവിനറിയാം നമ്മൾ ശാന്തിധാമത്തിൽ വസിക്കുന്നവരാണ്. പിന്നെ ജ്ഞാനവുമുണ്ട്. രൂപും ബസന്തും. ബാബയും രൂപ് ബസന്താണല്ലോ. രൂപുമാണ്. ആ ഒന്നിൽ മുഴുവൻ സൃഷ്ടിചക്രത്തിൻ്റെയും ജ്ഞാനമുണ്ട്. അവർ വിജ്ഞാന ഭവൻ എന്ന പേര് വെച്ചിട്ടുണ്ട്. അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നു. ഈ സമയം സയൻസിലൂടെ ദുഃഖവുമുണ്ട്, സുഖവുമുണ്ട്. അവിടെ സുഖം തന്നെ സുഖമാണ്. ഇവിടെയുള്ളത് അല്പകാലത്തെ സുഖമാണ്. ബാക്കി ദുഃഖം തന്നെ ദുഃഖമാണ്. വീട്ടിൽ മനുഷ്യർ എത്ര ദുഃഖിതരായി കഴിയുന്നു. മരിച്ചു പോയെങ്കിൽ ഈ ദുഃഖത്തിൻ്റെ ലോകത്തിൽ നിന്നും മുക്തമായെന്നെ എന്ന് മനസ്സിലാക്കുന്നു. കുട്ടികളായ നിങ്ങൾക്കറിയാം, ബാബ വന്നിരിക്കുകയാണ് നമ്മെ സ്വർഗവാസി ആക്കുന്നതിന് വേണ്ടി.
എത്ര ഗദ്ഗതമുണ്ടാകേണ്ടതാണ്. കൽപ്പകൽപ്പങ്ങളിൽ ബാബ നമ്മെ സ്വർഗവാസിയാക്കുവാനായി വരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ബാബയുടെ മതമനുസരിച്ച് നടക്കേണ്ടതാണല്ലോ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഒരിക്കലും ആർക്കും ദുഃഖം കൊടുക്കാതിരിക്കൂ. ഗൃഹസ്ഥ വ്യവഹാരത്തിൽ ഇരിക്കവേ പവിത്രമാകൂ. നമ്മൾ സഹോദരീ സഹോദരനാണ്. ഇതാണ് സ്നേഹത്തിൻ്റെ ബന്ധം. മറ്റേതെങ്കിലും ദൃഷ്ടി പോവുക സാധ്യമല്ല. ഓരോരുത്തരുടെയും രോഗം അവരവരുടേതാണ്. അതനുസരിച്ച് നിർദ്ദേശങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്നു. ചോദിക്കുന്നു, ബാബ, ഇന്ന ഇന്ന അവസ്ഥയുണ്ടാകുന്നു, ഈ അവസ്ഥയിൽ എന്തു ചെയ്യട്ടെ എന്ന്. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, സഹോദരി സഹോദരന്മാരുടെ ദൃഷ്ടി മോശമാകുവാൻ പാടില്ല. യാതൊരു വഴക്കും ഉണ്ടാവരുത്. ഞാൻ ആത്മാക്കളായ നിങ്ങളുടെ പിതാവാണല്ലോ. ശിവബാബ ബ്രഹ്മാവിൻ്റെ ശരീരത്തിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പ്രജാപിത ബ്രഹ്മാവ് ശിവബാബയുടെ കുട്ടിയായി സാധാരണ ശരീരത്തിൽ തന്നെയാണല്ലോ വരുന്നത്. വിഷ്ണു സത്യയുഗത്തിലേതാണ്. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് പുതിയ ലോകം രചിക്കുവാനായി വന്നിരിക്കുന്നു. ബാബ ചോദിക്കുന്നു, നിങ്ങൾ വിശ്വത്തിൻ്റെ മഹാരാജാവും മഹാറാണിയുമാകുമോ? അതേ ബാബ, എന്തുകൊണ്ടാകില്ല? ഇതിൽ പവിത്രമായിരിക്കേണ്ടി വരും. ഇതാകട്ടെ പ്രയാസമാണ്. നിങ്ങളെ വിശ്വത്തിൻ്റെ ആക്കുകയാണ്. നിങ്ങൾക്ക് പവിത്രമായിരിക്കുവാൻ സാധിക്കില്ലേ? ലജ്ജ തോന്നുന്നില്ലേ? മോശമായ കാര്യം ചെയ്യരുത് എന്ന് ലൗകിക പിതാവ് പോലും മനസ്സിലാക്കിക്കുന്നുവല്ലോ. ഈ വികാരത്തിൻ്റെ മേൽ തന്നെയാണ് വിഘ്നം വരുന്നത്. തുടക്കം മുതൽ ഇതിന്മേൽ കോലാഹലങ്ങൾ തുടർന്നു വന്നു. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഇതിൻ്റെ മേൽ ജയം നേടണം. ഞാൻ വന്നിരിക്കുന്നത് പവിത്രമാക്കുവാനാണ്. കുട്ടികളായ നിങ്ങൾക്ക് ശരിയും തെറ്റും നന്മയും തിന്മയും ചിന്തിക്കുവാനുള്ള ബുദ്ധി ലഭിച്ചിട്ടുണ്ട്. ഈ ലക്ഷ്മി നാരായണൻ എയിം ഓബ്ജക്റ്റാണ്. സ്വർഗവാസികളിൽ ദൈവിക ഗുണങ്ങളുണ്ട്, നരകവാസികളിൽ അവഗുണങ്ങളാണുള്ളത്. ഇപ്പോൾ രാവണ രാജ്യമാണ്. ഇതും ആർക്കും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. രാവണനെ ഓരോ വർഷവും കത്തിക്കുന്നു. ശത്രുവാണല്ലോ, കത്തിച്ചുകൊണ്ട് തന്നെ വരുന്നു. ഇതാരാണ് എന്ന് മനസ്സിലാക്കുന്നില്ല. നമ്മളേവരും രാവണ രാജ്യത്തിലേതാണല്ലോ. അപ്പോൾ തീർച്ചയായും നമ്മൾ അസുരന്മാരായി. എന്നാൽ സ്വയം ആരും അസുരനായി മനസ്സിലാക്കുന്നില്ല. ബാബ പറയുകയും ചെയ്യുന്നു, ഇത് രാക്ഷസ രാജ്യമാണ്. യഥാ രാജ റാണി തഥാ പ്രജ. പക്ഷേ ഇത്ര പോലും വിവേകമില്ല. ബാബ ഇരുന്ന് മനസ്സിലാക്കിച്ചു തരുന്നു, രാമരാജ്യം വേറെയാണ്, രാവണ രാജ്യം വേറെയാണ്. ഇപ്പോൾ നിങ്ങൾ സർവഗുണ സമ്പന്നമായി കൊണ്ടിരിക്കുന്നു. ബാബ പറയുന്നു, ക്ഷേത്രങ്ങളിൽ പോയി ദേവതമാരുടെ പൂജ ചെയ്യുന്ന എൻ്റെ ഭക്തരെ ജ്ഞാനം കേൾപ്പിക്കൂ. ബാക്കി ഇങ്ങനെയെല്ലാമുള്ള വ്യക്തികളുടെ കാര്യത്തിൽ പ്രയത്നിക്കേണ്ട കാര്യമില്ല. ക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് ധാരാളം ഭക്തരെ ലഭിക്കും. നാഡിയും നോക്കേണ്ടി വരും. ഡോക്ടർമാർ കാണുമ്പോൾ തന്നെ ഉടൻ പറയുന്നു ഇവർക്ക് എന്ത് രോഗമാണ് എന്ന്. ഡൽഹിയിൽ അജ്മൽ ഖാൻ എന്നൊരു പ്രശസ്തനായ വൈദ്യനുണ്ടായിരുന്നു. ബാബയാണെങ്കിൽ നിങ്ങളെ 21 ജന്മങ്ങളിലേക്ക് എവർ ഹെൽത്തിയും വെൽത്തിയും ആക്കുന്നു. ഇവിടെയാണെങ്കിൽ സർവരും രോഗിയാണ്, അൺഹെൽത്തിയാണ്. അവിടെയാണെങ്കിൽ ഒരിക്കലും രോഗമുണ്ടാകുന്നില്ല. നിങ്ങൾ എവർ ഹെൽത്തിയും എവർ വെൽത്തിയും ആകുന്നു. നിങ്ങൾ തൻ്റെ യോഗബലത്തിലൂടെ കർമ്മേന്ദ്രിയങ്ങളുടെ മേൽ വിജയം നേടുന്നു. നിങ്ങളെ ഈ കർമ്മേന്ദ്രിയങ്ങൾക്ക് ഒരിക്കലും ചതിക്കുവാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നിട്ടുണ്ട്, ഓർമ്മയിൽ നല്ല രീതിയിലിരിക്കൂ, ദേഹി അഭിമാനിയായിരിക്കൂ, എങ്കിൽ കർമ്മേന്ദ്രിയങ്ങൾ ചതിക്കുകയില്ല.
ഇവിടെ തന്നെയാണ് നിങ്ങൾ വികാരങ്ങളുടെ മേൽ ജയം നേടുന്നത്. അവിടെ കുദൃഷ്ടി ഉണ്ടാകുന്നില്ല, രാവണ രാജ്യമേ ഇല്ല. അവിടെയുള്ളത് അഹിംസക ദേവതമാരുടെ ധർമ്മമാണ്. യുദ്ധത്തിൻ്റെ മറ്റും ഒരു കാര്യവുമില്ല. ഈ യുദ്ധവും അന്തിമത്തിൽ നടക്കണം. ഇതിലൂടെ സ്വർഗത്തിൻ്റെ കവാടം തുറക്കേണ്ടതുണ്ട്. പിന്നീട് ഒരിക്കലും യുദ്ധം നടക്കുന്നതേയില്ല. യജ്ഞവും ഇത് ലാസ്റ്റാണ്. പിന്നെ പകുതി കൽപ്പം ഒരു യജ്ഞവും ഉണ്ടാവുകയേയില്ല. ഇതിൽ മുഴുവൻ മാലിന്യങ്ങളും സ്വാഹയാകുന്നു. ഈ യജ്ഞത്തിലൂടെ തന്നെയാണ് വിനാശജ്വാല പുറപ്പെട്ടത്. മുഴുവനും ശുചിയാകും. പിന്നീട് നിങ്ങൾ കുട്ടികൾക്ക് സാക്ഷാത്കാരവും കാണിച്ചു തന്നു. അവിടെയുള്ള ഫ്രൂട്ട് ജ്യൂസും മറ്റും വളരെ സ്വാദിഷ്ടവും ഫസ്റ്റ് ക്ലാസ് വസ്തുക്കളുമായിരിക്കും. ആ രാജ്യം ഇപ്പോൾ സ്ഥാപിതമായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്ര സന്തോഷമുണ്ടാകേണ്ടതാണ്. നിങ്ങളുടെ നാമം തന്നെ ശിവശക്തി ഭാരതമാതാക്കൾ എന്നാണ്. ശിവനിൽ നിന്നും നിങ്ങൾ ശക്തിയെടുക്കുന്നു, കേവലം ഓർമ്മയിലൂടെ. തിക്കും തിരക്കും കൊള്ളുന്നതിൻ്റെ ഒരു കാര്യവുമില്ല. അവർ മനസ്സിലാക്കുന്നു ഭക്തി ചെയ്യാത്തവർ നാസ്തികരാണ് എന്ന്. നിങ്ങൾ പറയുന്നു, ആരാണോ ബാബയെയും രചനയെയും അറിയാത്തത് അവരാണ് നാസ്തികർ. നിങ്ങളിപ്പോൾ ആസ്തികർ ആയിരിക്കുന്നു, ത്രികാലദർശിയും ആയിരിക്കുകയാണ്. 3 ലോകങ്ങളെയും 3 കാലങ്ങളെയും അറിഞ്ഞു കഴിഞ്ഞു. ഈ ലക്ഷ്മി നാരായണന് ബാബയിൽ നിന്നാണ് ഈ സമ്പത്ത് ലഭിച്ചത്. ഇപ്പോൾ നിങ്ങൾ അതാകുന്നു. ഈ എല്ലാ കാര്യങ്ങളും ബാബ തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. ശിവബാബ സ്വയം പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിൽ പ്രവേശിച്ച് മനസ്സിലാക്കിക്കുന്നു. ഇല്ലെങ്കിൽ നിരാകാരനായ ഞാൻ എങ്ങനെ മനസ്സിലാക്കിക്കും? പ്രേരണയിലൂടെ പഠിത്തം നടക്കുമോ? പഠിപ്പിക്കുന്നതിനു വേണ്ടി മുഖം ആവശ്യമാണല്ലോ. ഗോമുഖം ഇതാണല്ലോ. ഇത് വലിയ മമ്മയാണല്ലോ, ഹ്യൂമൻ മാതാവ്. ബാബ പറയുന്നു, ഞാൻ ഇദ്ദേഹത്തിലൂടെ കുട്ടികളായ നിങ്ങൾക്ക് സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കിച്ചു തരുന്നു, യുക്തികൾ പറഞ്ഞു തരുന്നു. ഇതിൽ ആശീർവാദത്തിൻ്റെ ഒരു കാര്യവുമില്ല. ഡയറക്ഷൻ അനുസരിച്ച് നടക്കണം. ശ്രീമത്ത് ലഭിക്കുന്നു. കൃപയുടെ കാര്യമില്ല. പറയുന്നു, ബാബ അടിക്കടി മറന്നു പോകുന്നു, കൃപ കാണിക്കൂ. ഓർമ്മിക്കുക എന്നത് നിങ്ങളുടെ ജോലിയാണ്. ഞാൻ എന്ത് കൃപ കാണിക്കുവാനാണ്? എന്നെ സംബന്ധിച്ച് എല്ലാവരും കുട്ടികൾ തന്നെയാണ്. കൃപ കാണിക്കുകയാണെങ്കിൽ എല്ലാവരും സിംഹാസനത്തിൽ ഇരിക്കുമായിരുന്നേനെ. പദവി പഠനമനുസരിച്ചാണ് നേടുന്നത്. പഠിക്കേണ്ടത് നിങ്ങൾക്കാണല്ലോ. പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കൂ. മോസ്റ്റ് ബിലവഡായ ബാബയെ ഓർമ്മിക്കണം. പതീത ആത്മാവിന് തിരികെ പോകുവാൻ സാധിക്കില്ല. ബാബ പറയുന്നു, എത്രത്തോളം നിങ്ങൾ ഓർമ്മിക്കുമോ അപ്പോൾ ഓർമ്മിച്ചോർമ്മിച്ച് പാവനമായി മാറും. പാവന ആത്മാവിന് ഇവിടെ ഇരിക്കുവാൻ സാധിക്കില്ല. പവിത്രമായെങ്കിൽ പുതിയ ശരീരം ആവശ്യമാണ്. പവിത്ര ആത്മാവിന് ഇംപ്യോർ ശരീരം ലഭിക്കുക എന്നത് നിയമമല്ല. സന്യാസിമാരും വികാരത്തിലൂടെയാണല്ലോ ജന്മമെടുക്കുന്നത്. ഈ ദേവതമാർ പിന്നെ സന്യസിക്കേണ്ടി വരും വിധം വികാരത്തിലൂടെ അല്ല ജന്മമെടുക്കുന്നത്. ഇവരാണെങ്കിൽ ഉയർന്നവരാണല്ലോ. സദാ സമ്പൂർണ്ണ നിർവികാരികളായ ഇവരാണ് സത്യമായ മഹാത്മാക്കൾ. അവിടെ രാവണ രാജ്യമേയില്ല. സദോ പ്രധാന രാമരാജ്യം തന്നെയാണുള്ളത്. വാസ്തവത്തിൽ രാമൻ എന്നും പറയുവാൻ പാടില്ലാത്തതാണ്. ശിവബാബയാണല്ലോ ഇതിനെ പറയുന്നത്. രാജസ്വ അശ്വമേധ അവിനാശി രുദ്രജ്ഞാന യജ്ഞം എന്നാണ്. രുദ്രൻ അഥവാ ശിവൻ ഒന്ന് തന്നെയാണ്. കൃഷ്ണന്റെ നാമമല്ല ഉള്ളത്. ശിവബാബ വന്ന് ജ്ഞാനം കേൾപ്പിക്കുന്നു. അവർ പിന്നെ രുദ്രയജ്ഞം രചിക്കുന്നു. അപ്പോൾ
മണ്ണിൻ്റെ ലിംഗമുണ്ടാക്കി സാലിഗ്രാമം ഉണ്ടാക്കുന്നു. പൂജ ചെയ്ത ശേഷം പൊട്ടിച്ചു കളയുന്നു. ഏതുപോലെ ബാബ ദേവിമാരുടെ ഉദാഹരണം പറയുന്നു, അതുപോലെ ദേവിമാരെ അലങ്കരിച്ചും കഴിപ്പിച്ചും കുടിപ്പിച്ചും പൂജ ചെയ്തും പിന്നെ മുക്കി താഴ്ത്തുന്നു. അതുപോലെ ശിവ് ബാബയെയും സാലിഗ്രാമങ്ങളെയും വളരെ സ്നേഹത്തോടെയും ശുദ്ധിയോടെയും പൂജ ചെയ്ത് പിന്നെ ഇല്ലായ്മ ചെയ്യുന്നു. ഇത് മുഴുവൻ ഭക്തിയുടെ വിസ്താരമാണ്. ഇപ്പോൾ ബാബ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. എത്രത്തോളം ബാബയുടെ ഓർമ്മയിലിരിക്കുമോ അത്രയും സന്തോഷത്തിലിരിക്കും. രാത്രിയിൽ ദിവസവും തൻ്റെ കണക്ക് നോക്കണം. എന്തെങ്കിലും തെറ്റ് ചെയ്തില്ലല്ലോ, തൻ്റെ ചെവിക്ക് പിടിക്കണം. ബാബ, ഇന്ന് നമ്മിലൂടെ ഈ തെറ്റുണ്ടായി, മാപ്പ് തരണം എന്ന് ബാബ പറയുന്നു. സത്യം എഴുതുകയാണെങ്കിൽ പകുതി പാപം ഇല്ലാതാകും. അച്ഛൻ ഇരിക്കുകയാണല്ലോ, തൻ്റെ മംഗളം ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ശ്രീമത്തിലൂടെ നടക്കൂ. കണക്ക് നോക്കുന്നതിലൂടെ വളരെയധികം ഉന്നതി ഉണ്ടാകും. ചിലവ് ഒന്നും തന്നെ ഇല്ലല്ലോ. ഉയർന്ന പദവി നേടണമെങ്കിൽ മനസ്സ വാച കർമ്മണ ആർക്കും ദുഃഖം നൽകരുത്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുവെങ്കിൽ കേട്ടും കേൾക്കാതിരിക്കണം. ഈ പ്രയത്നം ചെയ്യണം. ബാബ വരുന്നത് തന്നെ കുട്ടികളായ നിങ്ങളുടെ ദുഃഖം ദൂരീകരിച്ച് സദാകാലത്തേക്ക് സുഖം നൽകുവാനാണ്. അപ്പോൾ കുട്ടികളും ഇങ്ങനെയാകണം. ക്ഷേത്രങ്ങളിൽ ഏറ്റവും നല്ല സർവീസ് നടക്കും. അവിടെ ധാരാളം റിലീജിയസ് മൈൻഡഡ് ആയവരെ നിങ്ങൾക്ക് ലഭിക്കും. എക്സിബിഷനിൽ ധാരാളം പേർ വരുന്നു. പ്രൊജക്ടറിലൂടെയും എക്സിബിഷനിലും മേളയിലും നല്ല സർവീസ് നടക്കുന്നു. മേളയിൽ ചിലവുണ്ടാകുന്നു. അപ്പോൾ തീർച്ചയായും നേട്ടവും ഉണ്ടല്ലോ. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബ റൈറ്റും റോങ്ങും മനസ്സിലാക്കാനുള്ള ബുദ്ധി നൽകിയിട്ടുണ്ട്. ആ ബുദ്ധിയുടെ ആധാരത്തിൽ ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്യണം. ആർക്കും ദുഃഖം കൊടുക്കരുത്. പരസ്പരം സഹോദരി സഹോദരന്മാരാണ് എന്ന സത്യമായ സ്നേഹമുണ്ടാകണം. ഒരിക്കലും കുദൃഷ്ടി ഉണ്ടാകരുത്. ബാബയുടെ ഓരോ ഡയറക്ഷൻ അനുസരിച്ചും നടന്ന് നല്ല രീതിയിൽ പഠിച്ച് സ്വയം തൻ്റെ മേൽ കൃപ കാണിക്കണം. തൻ്റെ ഉന്നതിക്ക് വേണ്ടി കണക്ക് വയ്ക്കണം. ആരെങ്കിലും ദുഃഖം നൽകുന്ന കാര്യങ്ങൾ പറയുന്നുവെങ്കിൽ കേട്ടും കേൾക്കാതിരിക്കണം. വരദാനം: സർവ സംബന്ധങ്ങളുടെയും അനുഭവം ഒരു ബാബയിലൂടെ ചെയ്യുന്ന അക്ഷീണരും വിഘ്ന വിനാശകരുമായി ഭവിക്കട്ടെ. ഏത് കുട്ടികളുടെ സർവ സംബന്ധവും ഒരു ബാബയോടൊപ്പമാണോ അവർക്ക് മറ്റെല്ലാ ബന്ധങ്ങളും നിമിത്തം മാത്രമായി അനുഭവപ്പെടും. അവർ സദാ സന്തോഷത്തിൽ നൃത്തമാടുന്നവരായിരിക്കും. ഒരിക്കലും ക്ഷീണം അനുഭവിക്കുകയില്ല, അക്ഷീണമായിരിക്കും. ബാബയും സേവനവും ഈ താൽപര്യത്തിൽ മഗ്നമായിരിക്കും. വിഘ്നങ്ങൾ കാരണം നിൽക്കുന്നതിന് പകരം സദാ വിഘ്ന വിനാശകരാകും. സർവ സംബന്ധങ്ങളുടെയും അനുഭൂതി ഒരു ബാബയുമായി ഉള്ളത് കാരണം ഡബിൾ ലൈറ്റ് ആയിരിക്കും. ഒരു ഭാരവും ഉണ്ടായിരിക്കുകയില്ല. സർവ കംപ്ലൈൻറ്റും പരാതികളും സമാപ്തമാകും. കംപ്ലീറ്റ് സ്ഥിതിയുടെ അനുഭവമുണ്ടാകും. സഹജ യോഗിയായിരിക്കും. സ്ലോഗൻ: സങ്കല്പത്തിലെങ്കിലും ഏതെങ്കിലും ദേഹധാരിയുടെ നേർക്ക് ആകർഷിതമാവുക എന്നാൽ അവിശ്വസ്തർ ആവുക എന്നാണ്. ഓം ശാന്തി.
പ്രശാന്തമായ ഒരു സ്ഥാനത്തിരുന്ന് മനസ്സിൽ ഈ സങ്കല്പങ്ങൾ കൊണ്ടുവരൂ. ഈ ശരീരത്തെ ചൈതന്യവത്താക്കി വയ്ക്കുന്ന ഞാൻ അമരവും അനശ്വരവുമായ ആത്മാവാണ്. ജ്യോതി സ്വരൂപമാണ്. ഭൃകുടിയാകുന്ന കുടിലിൽ ഇരിക്കുന്ന ചൈതന്യ നക്ഷത്രമാണ്. ഞാൻ സച്ചിത് ആനന്ദ സ്വരൂപമാണ്. പ്രേമ സ്വരൂപമാണ്. ശക്തി സ്വരൂപമാണ്. ആത്മാവായ ഞാൻ ഈ സൃഷ്ടിയാകുന്ന കർമ്മക്ഷേത്രത്തിൽ വേഷം അഭിനയിക്കുന്നതിന് ശരീരമാകുന്ന വസ്ത്രം ധരിച്ചിരിക്കുകയാണ്. ഈ ലോകം ഒരു കളിയരങ്ങാണ്. ആത്മാക്കളെല്ലാം തന്നെ ഈ കർമ്മക്ഷേത്രത്തിലെ അഭിനേതാക്കളാണ്. എന്നാൽ ആത്മാവായ എൻ്റെ നിജധാമം, നിജ സ്വദേശം ഈ സൂര്യചന്ദ്ര നക്ഷത്രങ്ങൾക്കും അകലെ സ്വയം പ്രകാശിക്കുന്ന ശാന്തിധാമമാണ്, മുക്തിധാമമാണ്, നിർവാണധാമമാണ്. ഈ ആത്മലോകത്തിൽ സ്വർണ്ണ ചുവപ്പ് പ്രകാശമാണ്. സർവത്ര ശാന്തിയാണ്. ഈ പരമധാമത്തിൽ ആത്മാവായ എൻ്റെ സത്യമായ പിതാവ്, പരംപിത, പരമാത്മാവ് നിവസിക്കുന്നു. ശിവപരമാത്മാവ് മംഗളകാരിയും ഹിതകാരിയുമാണ്. രൂപത്തിൽ ജ്യോതിർബിന്ദുവും സർവഗുണങ്ങളുടെയും സിന്ധുവുമാണ്. ആനന്ദം, പ്രേമം, ശാന്തി, ശക്തി എന്നിവയുടെ സാഗരമാണ്. പതിത പാവനനും സർവ ദുഃഖങ്ങളും ഭരിച്ച് സുഖം തരുന്നവനുമാണ്. ദിവ്യ ചക്ഷു ദാതാവാണ്. ദിവ്യ ബുദ്ധി ദാതാവാണ്. പരമാത്മാ ശിവന്റെ ഈ സാന്നിധ്യത്തിൽ ഞാൻ ആത്മാവ് സ്നേഹവും ശാന്തിയും ശക്തിയും അനുഭവിക്കുന്നു. ആ ദിവ്യ തേജോമയ പ്രകാശത്തിൽ നിന്നുള്ള കിരണങ്ങൾ ആത്മാവിന് ദിവ്യതയും ശീതളതയും പ്രദാനം ചെയ്യുന്നു. ഇതിൽ എത്ര ആനന്ദം, എത്ര ശാന്തി, എത്ര സുഖമാണ്. ശിവസാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ എന്നിലെ വ്യക്തിത്വം വികസിച്ച് ഈശ്വരൻ്റേതുമായി ഏകീഭവിക്കുന്നു. സർവശക്തനായ ശിവപിത, അങ്ങയുടെ ഈ ദിവ്യ സാന്നിധ്യത്താൽ ഞാൻ ആത്മാവ് ധന്യമായി കഴിഞ്ഞു. അങ്ങയുടെ ഈ അലൗകിക കൂട്ട് എനിക്ക് മംഗളമയമായി മാറിയിരിക്കുന്നു. ആത്മപിതാവായ പരമാത്മാവിൽ നിന്നും സർവശക്തികളാലും ഗുണങ്ങളാലും സർവ കലകളാലും സുശോഭിതമായി സ്നേഹത്തിൻ്റെയും സദ്ഗുണങ്ങളുടെയും ദൗത്യവാഹകയായി തിരികെ ഞാൻ
ഭൗതിക ലോകത്തിലേക്ക്, സാകാര ധാമത്തിലേക്ക് വരുന്നു.